നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ കുറേയേറെ സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംശയങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വീട് പണി തുടങ്ങുന്നതിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല വീട് പണി തുടങ്ങാനായിട്ട്. അപ്പൊ നമ്മളൊരു വീട് പണി ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇപ്പം നമ്മളിപ്പം കൂടുതൽ ആൾക്കാരും പുറത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വലിയ ഐഡിയ ഉണ്ടാവില്ല. ഒരു വീട് പണിയെ പറ്റി പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവരെ സംബന്ധിച്ച് ഒരു വീട് പണി എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. എങ്ങനെ തുടങ്ങണം, എവിടെയാണ്, ആരെയാണ് ആദ്യം കാണേണ്ടത്? ഇപ്പോൾ ഒരു കോൺട്രാക്ടറെ ആണോ തപ്പേണ്ടത്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ ആണോ കാണേണ്ടത്? ഇനി അതല്ല, ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അപ്രൂവലാണോ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ബഡ്ജറ്റ്, നമുക്കിപ്പം എത്ര രൂപയുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ഡ്രീംസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകേണ്ടത്, നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ്. ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാലും പലർക്കും അത് അറിയത്തില്ല. നമുക്ക് മിനിമം ചിന്തിക്കാം, നമുക്ക് എത്ര ബെഡ്റൂം വേണം. ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട് വെച്ചുകൊണ്ട് നമുക്കത് അസ്യൂം ചെയ്യാം. നമുക്കിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ചിലപ്പോൾ 2 ബെഡ്റൂം ആയിരിക്കും, ചിലപ്പോൾ 1 ബെഡ്റൂം ആയിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്തൊക്കെ അസൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്, അതിനെയൊക്കെ ഫുൾഫില്ല് ചെയ്തുകൊണ്ട് ഇനി പുതിയൊരു വീട് വെക്കുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണം, ഒരു കിച്ചൺ എടുത്താൽ പോലും നമുക്ക് അതിനകത്ത് വന്ന പോരായ്മകൾ എന്താണ്, നമ്മളിപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നമുക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, അത് മനസ്സിലാക്കി ഇനി പുതിയൊരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തണം. അതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്നുള്ളത്, നമ്മുടെ മനസ്സിൽ തോന്നേണ്ട ഒരു പ്ലാൻ. അത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ സമീപിച്ച് നമുക്കൊരു പ്ലാൻ വരക്കണം ആദ്യം. ഇപ്പം നമ്മുടെ ഈ പറഞ്ഞതുപോലുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, ഇന്ന ബെഡ്റൂം വേണം, ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞ് അതനുസരിച്ച് നമുക്കൊരു പ്ലാൻ വരയ്ക്കാം. ഇപ്പം അതിനു മുമ്പ് വസ്തു നമുക്കുണ്ടായിരിക്കണം. എന്തായാലും ഒരു പ്ലോട്ടുള്ള ആളായിരിക്കുമല്ലോ ഈ വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. വസ്തു ഇല്ലാതെ എന്തായാലും വീട് വെക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് 5 സെൻറ്റോ 6 സെൻറ്റോ അല്ലെങ്കിൽ 10 സെൻറ്റോ എത്ര സെൻറ്റാണോ ആ പ്ലോട്ടിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ പ്ലാൻ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ വീട് വെക്കുന്ന ആ പ്ലോട്ടിനെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം. ഇപ്പം നമ്മളൊരു 5 സെൻറ്റോ അല്ലെങ്കിൽ ഒരു 4 സെൻറ്റോ ഉള്ള ഒരാൾക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വെക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റിലുള്ള വീടുകൾ വെക്കണോ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചില കാര്യങ്ങളുണ്ട്, കുറേ നിബന്ധനകളുണ്ട് ബിൽഡിംഗ് റൂളുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കിപ്പോൾ സ്ക്വയർ ഫീറ്റിൻ്റെ അളവ്, അതിൻ്റെ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ റോഡിൽ നിന്നുള്ള അകലം, അല്ലെങ്കിൽ വസ്തുവിൻ്റെ മറ്റ് അതിരിൽ നിന്നുള്ള അകലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ ആ വരയ്ക്കുന്ന എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ അത് ശ്രദ്ധിക്കും. പക്ഷേ എങ്കിലും നമ്മളും ഒരു പരിധി വരെ നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു പ്ലാൻ വരയ്ക്കുക. അപ്പോൾ പ്ലാൻ വരച്ച് കഴിയുമ്പം നമ്മുടെ ഈ പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പേ നമ്മുടെ ബഡ്ജറ്റ് നമുക്കറിയാം. അപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ചാണോ ഈ പ്ലാൻ വരച്ചിരിക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് ബോധ്യപ്പെടണം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു 30 ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ 25 ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നമ്മൾ വരച്ചു വെക്കുന്ന പ്ലാൻ അതിലും കൂടിയ രീതിയിലുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെക്കാട്ടി സ്ക്വയർ ഫീറ്റ് കൂടിയതോ ആണെങ്കിൽ നമുക്ക് ആ ബഡ്ജറ്റിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ആ ബഡ്ജറ്റ് മനസ്സിലാക്കി പ്ലാൻ വരയ്ക്കുക. പ്ലാൻ വരച്ചതിന് ശേഷം പറ്റുമെങ്കിൽ നമുക്കതിൻ്റെ ഒരു 3D വ്യൂവും കൂടെ, അതിൻ്റെ ഒരു 3D എങ്ങനെ വരും, ആ വീടിൻ്റെ എലിവേഷൻ എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പലരും ചെയ്ത് കഴിഞ്ഞിട്ട് വീട് പണി ഒരു പകുതിയൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും വീടിൻ്റെ ഭംഗി പോരാ, നമ്മൾ ഉദ്ദേശിക്കുന്ന വേറൊരു രീതി, കോൺട്രാക്ടറോടൊന്ന് പറയുന്നു, എഞ്ചിനീയർ വേറൊന്ന് മനസ്സിലാക്കുന്നു, വീട്ടുകാർ വേറൊരു രീതിയിൽ ചിന്തിക്കും. അങ്ങനെ പല ഡിസ്പ്യൂട്ട് വന്നിട്ട് വീട് പണിയിൽ പല പ്രശ്നങ്ങൾ വരും. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഒരു 2D പ്ലാൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഒരു 3D വ്യൂവും കൂടെ റെഡിയാക്കണം. പറ്റുമെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ 3Dയും കൂടെ, അകത്തുള്ള നമുക്കിപ്പോൾ ഓരോ റൂമിൻ്റെ ബെഡ് എവിടെയാണ്, അല്ലെങ്കിൽ TV യൂണിറ്റ് എവിടെയാണ്, വാഷ് ബേസിൻ എവിടെയാണ്, സിങ്ക് എവിടെയാണ്, സ്റ്റൗ എവിടെയാണ് വെക്കണം, അങ്ങനെ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കിച്ചണിലും ബെഡ്റൂമിലും വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ 3Dയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യാം, പ്ലംബിംഗ് ഡ്രോയിങ് ചെയ്യാം, ഇൻറ്റീരിയർ ഡ്രോയിങ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഫർണിച്ചർ ലേഔട്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ വരും. വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ബെഡ് എവിടെ ഇടണം, ഡൈനിങ് ടേബിൾ എവിടെ ഇടണം, അങ്ങനെ TV എവിടെ വെക്കണമെന്നൊക്കെ കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ പോയിന്റ് ചെയ്തിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, TV കൊണ്ട് വെക്കുന്നത് വേറെ എവിടെയല്ലേ, പിന്നെ അവിടെ നിന്ന് എക്സ്റ്റൻഷൻ ചെയ്തെടുക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഇൻറ്റീരിയർ ഡ്രോയിങ് എല്ലാം റെഡിയാക്കി ആ ഒരു ഡ്രോയിങ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരു പാക്കായിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ എഞ്ചിനീയർ തന്നെ, നമുക്ക് പഞ്ചായത്തിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിലോ നമുക്ക് പെർമിറ്റ് കിട്ടണം. ആ പെർമിറ്റിന് ആവശ്യമായ ഡ്രോയിങ് ചെയ്ത് നമുക്ക് പെർമിറ്റ് എടുക്കുക. പെർമിറ്റ് എടുത്തിട്ട് പിന്നീടാണ് നമ്മളൊരു നല്ലൊരു കോൺട്രാക്ടറെ കണ്ടുപിടിക്കുക. നമുക്ക് ഇനി നേരിട്ട് വീട് പണി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ മെറ്റീരിയൽ ഇറക്കി കൊടുത്തിട്ട് ലേബർ കോൺട്രാക്റ്റായിട്ട് ചെയ്യാം. ഇനി അതല്ല ഫുൾ കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ആ പ്ലാൻ വെച്ചിട്ട് നമുക്കതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ ഒരു കൊട്ടേഷൻ മേടിച്ച് എഗ്രിമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ആ വർക്ക് കോൺട്രാക്റ്റായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ വീട് പണിയെ സമീപിച്ചെങ്കിൽ മാത്രമേ നമുക്കും നമ്മൾ പറയുന്ന ബഡ്ജറ്റിനകത്തോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടൈം ഷെഡ്യൂളിനകത്തോ ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുതുതായിട്ടൊരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച്
ഈ തുടക്കം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ആ വീട് പണി പ്ലാൻ ചെയ്യാനായിട്ട്. ഒരു വീട് പണി തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മളിപ്പം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇപ്പം പലയിടത്ത് പല രീതിയിലുള്ള കബളിപ്പിക്കലുകൾ നടക്കുന്നുണ്ട്. പൈസ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നില്ല, ചെയ്ത വർക്ക് ക്വാളിറ്റിയോടെ ചെയ്യുന്നില്ല, പല രീതിയിലുള്ള ഇഷ്യൂസ് വന്നിട്ട് വീട് പണി പകുതി വഴിക്ക് നിന്ന് പോവുക. അത് കോൺട്രാക്ടറെ കുഴപ്പം കൊണ്ടുവരാം, ഇനി അതല്ല ഓണറുടെ കുഴപ്പം കൊണ്ടുവരാം, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ കുഴപ്പം കൊണ്ടുവരാം. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വീട് പണി പാതി വഴി നിന്ന് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കോൺട്രാക്ടറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മുൻ പരിചയമാണ്. മുൻപ് അവർ വർക്കുകൾ ചെയ്തിട്ടുണ്ടോ, എത്ര വീടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കാണാം, കുറഞ്ഞ റേറ്റിൽ വർക്കുകൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമുക്ക് ഒരു പരിചയവും കാണത്തില്ല, ഒരുപാട് പരസ്യങ്ങൾ മാത്രമായിരിക്കും. ആ പരസ്യത്തിലായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെടും, എന്നിട്ട് അവരുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കും. കുറച്ച് നല്ല രീതിയിലുള്ള റേറ്റ് ഒക്കെ ആയിരിക്കും, കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആ ബ്രോഷറൊക്കെ കുറച്ച് കാണാനൊക്കെ കുറച്ച് ഇതായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പെട്ടെന്ന് അവർക്ക് വർക്ക് കൊടുക്കും. എന്നിട്ട് ഒരുപക്ഷെ അവരത് ചെയ്യുന്ന രീതി, വർക്ക് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ആദ്യമേ തന്നെ കുറേ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കും. ഇപ്പോൾ ഒരു 30 ലക്ഷത്തിന്റെ വർക്കാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ തന്നെ ആദ്യം എഗ്രിമെന്റ് വെക്കുമ്പോൾ തന്നെ പണം മേടിക്കും. പിന്നീട് പണി തുടങ്ങുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും പണി തുടങ്ങുന്നത്. പിന്നെ ഒരു ഫൗണ്ടേഷന്റെ ഒക്കെ വർക്ക് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 ലക്ഷം രൂപ തരണമെന്ന് പറയും. ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ അനുഭവത്തിലാണ് പറയുന്നത്. പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ്. എന്നിട്ട് ഒരു 60% 70% പൈസ കൈപ്പറ്റിയ ശേഷം ഒരുപക്ഷെ വീട് പണി അതിന്റെ ഒരു സ്ട്രക്ചർ വർക്ക് പോലും കംപ്ലീറ്റ് ആയി കാണത്തില്ല. പിന്നീട് ആ കോൺട്രാക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ സമയത്ത് വരുന്നില്ല, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിട്ടുപോകുന്നു, അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവർ വരുന്നില്ല. ഇങ്ങനെ പല രീതികൾ വന്നിട്ട് പ്രശ്നങ്ങൾ വന്നിട്ട് പണി അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ ഈ ക്ലയന്റ് വേറെ പണം ഉണ്ടാക്കി വേറൊരു കോൺട്രാക്ടറെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ ബാക്കി പണി ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട്, നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പലരും ദൂരെയുള്ള ആൾക്കാരെ സമീപിക്കുന്നതിനെക്കാട്ടി നമ്മുടെ അടുത്തുള്ള റിലയബിൾ ആയിട്ടുള്ള നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ കൊണ്ട് അവർ മുൻപരിചയം, അവർ മുൻപ് വർക്കുകൾ ചെയ്തിട്ടുള്ള സൈറ്റുകൾ പോയി കാണുക, അല്ലെങ്കിൽ ആ ക്ലയന്റുമായിട്ട് സംസാരിക്കുക. ആ സൈറ്റ് കണ്ടിട്ട് അവരെങ്ങനെയാണ് ആ സൈറ്റ് കംപ്ലീറ്റ് ചെയ്തത്, പറഞ്ഞ ടൈമിലാണോ ചെയ്തത്, ആ പറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ തീർക്കാൻ പറ്റിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കോൺട്രാക്ടറെ സമീപിച്ച് അവരുടെ നിന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞ പ്ലാനും കാര്യങ്ങളും എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം. റെഡിയാക്കി വെച്ചിട്ട് ആ പ്ലാൻ അവർക്ക് കൊടുത്തിട്ട് ഈ പ്ലാനിനനുസരിച്ചുള്ളൊരു കൊട്ടേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു കൊട്ടേഷനാണ് മേടിക്കേണ്ടത്. ഇപ്പൊ പലരും പ്ലാൻ പോലും കാണിക്കാതെ ആദ്യമേ ചോദിക്കും, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയ്ക്കാണ്. ഇപ്പൊ നമ്മളോടും പലരും ചോദിക്കുന്നതാണ്, നിങ്ങളുടെ റേറ്റ് എത്രയാണ്. അങ്ങനെ ഒരു റേറ്റ് ഇല്ല, ഫിക്സഡ് റേറ്റ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റേറ്റ് ഇല്ല. ഇപ്പം പലരും പറയാം 2000 രൂപയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ 1800 രൂപയ്ക്ക് ചെയ്യാം എന്ന് പറയാം. അങ്ങനെ ഒരു റേറ്റേ ഇല്ല. നമുക്കത് പ്ലാൻ അനുസരിച്ചും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ചും അതിൽ വരുന്ന വർക്കിന്റെ ഡീറ്റെയിലും അനുസരിച്ചും ഒക്കെയാണ് റേറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കി അതിന്റെ ഒരു പീസ് റേറ്റ്, ഇപ്പം സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് അല്ലാതെ നമുക്ക് കോൺക്രീറ്റിന് ക്യൂബിക് അടിക്ക് എത്ര രൂപ, സ്റ്റീൽ വർക്ക് ചെയ്യുന്നതിന് കമ്പി പണി അതിന് കിലോയ്ക്ക് എത്ര രൂപ, അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്ന് അളന്നാണ് ശരിക്കും ചെയ്യേണ്ടത്. അതിന്റെ ഒരു തിയറിറ്റിക്കലായിട്ടുള്ള ഒരു രീതി അങ്ങനെയാണ്. പക്ഷെങ്കിൽ ഇപ്പം നമ്മുടെ നാടൻ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ചിലർ സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ രീതിയിൽ നമ്മളെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മുടെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര സ്ക്വയർ ഫീറ്റ് ആണോ ആ സ്ക്വയർ ഫീറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ് നമ്മുടെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 2000 ആകാം, ചിലപ്പോൾ 2500 ആകാം, ചിലപ്പോൾ 3000 ആകാം. നമ്മളിപ്പോൾ ഒരു പ്രീമിയം രീതിയിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഉദാഹരണമായിട്ട് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പം ടൈൽസ്, ഇപ്പോൾ ഒരു 45-50 രൂപ സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈൽസ് തൊട്ട് 70, 80, 100, 120 അങ്ങനെ പല റേറ്റിലുള്ള ടൈൽസുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗ്രാനൈറ്റ് ഉണ്ട്, മാർബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ നമുക്ക് സ്റ്റീല്, WPC, വുഡിൽ തന്നെ തേക്കിൽ മാത്രം വേണമെങ്കിൽ ചെയ്യാം. പെയിന്റ് ആണെങ്കിൽ നമുക്ക് പ്രീമിയം പെയിന്റുകളുണ്ട്. അപ്പോൾ എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് നമുക്ക് അതിന് റേറ്റ് വരുന്നത്. ഇപ്പം 1800 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് റേറ്റ് എടുത്തിട്ട് വർക്ക് എടുത്തിട്ട് അതിൽ നമുക്ക് മാർബിളിന്റെ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പ്രീമിയം പെയിന്റ് അടിക്കണമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അത് വരുമ്പം അതിൻ്റെതായ റേറ്റ് ആണ്. അപ്പോൾ അത് സ്ക്വയർ ഫീറ്റ് റേറ്റ് മാറും. അതുപോലെ ഡോർസ്, വിൻഡോസ് മാറുന്ന അതിനകത്ത് വരുന്ന ഹിഞ്ചസ് തൊട്ട് അതിന്റെ സ്ക്രൂസ്, അതിലുപയോഗിക്കുന്ന കമ്പി, അതിന്റെ എന്തിലും മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് അതിനകത്ത് റേറ്റ് മാറ്റം വരാം. അതുപോലെ തന്നെയാണ് വീടിന്റെ എലിവേഷൻ മാറുന്നതനുസരിച്ച്. ഇപ്പം ഒരു കണ്ടംപററി ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള നോർമൽ എലിവേഷൻ വരുന്ന കോസ്റ്റ് അല്ല ഒരു സ്ലോപ്പ് പ്രൂഫ് ആയിട്ടുള്ള എലിവേഷൻ വരുന്നത്. അവിടെ വരുമ്പോൾ അതിന്റെ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ വാർത്തിട്ട് അതിന്റെ മേളിൽ സ്ലോപ്പ് പ്രൂഫ് ചെയ്യുന്നു, അതിൽ ഓടിടുന്നു,
അപ്പൊ അങ്ങനെയൊക്കെയുള്ള എലിവേഷന്റെ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ആ കോൺട്രാക്ടറെ ആ 2Dയും 3Dയും കാണിച്ച് ബോധ്യപ്പെടുത്തി ഇന്ന രീതിയിലുള്ള ഈ ഒരു എലിവേഷനിലുള്ള ഈ ഒരു സ്പെസിഫിക്കേഷനിലുള്ള വീടാണ് നമുക്ക് വെക്കേണ്ടതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു കൊട്ടേഷനാണ് നമുക്ക് മേടിക്കേണ്ടത്. അപ്പോൾ ആ കോൺട്രാക്ടർ ഇപ്പൊ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ അതിന്റെ ഡീറ്റെയിൽ ചോദിക്കും, അതിന്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കും, അതിന്റെ ടൈലിംഗ് ഏതാണ്, പെയിന്റ് ഏതാണ്. ഇപ്പൊ അവര് ഒരിടത്ത് ചെയ്യുന്ന വീടായിരിക്കത്തില്ല വേറൊരു സ്ഥലത്ത് ചെയ്യുന്ന വീടിന്റെ സ്പെസിഫിക്കേഷൻ. അപ്പൊ എല്ലാ വീടും ഒരുപോലെ അല്ല ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട വീടല്ല വേറൊരാൾക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് കൊട്ടേഷൻ തരികയാണ് കോൺട്രാക്ടർ ചെയ്യേണ്ടത്. അപ്പൊ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറുമായിട്ട് ചെക്ക് ചെയ്യാം, അല്ലെ ആർക്കിടെക്റ്റുമായിട്ട് അത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന വേറെ ആരെങ്കിലുമായിട്ട് ഈ തന്ന കൊട്ടേഷൻ ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് ഒരു എഗ്രിമെന്റ് വെക്കുക. എഗ്രിമെന്റ് വെച്ചിട്ട് ഇന്ന ടൈമിൽ ഇന്ന രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ വെച്ച് ഇന്ന വർക്ക് ചെയ്യും എന്നുള്ളൊരു ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ട് അതിനനുസരിച്ച് കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് നമ്മൾ ആ കോൺട്രാക്ടർ മോശമായി പോയി അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതിനെക്കാട്ടി മുൻപേ തന്നെ ആ കോൺട്രാക്ടറെ മനസ്സിലാക്കി അവരുമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ പിന്നീട് വഴക്കോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്.